വളരുന്ന ഇന്ത്യ സൗദി അറേബ്യ ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം. ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ജിദ്ദയിലെത്തിയ പ്രധാനമന്ത്രിക്ക് രാജകീയ വരവേൽപ്പ് നൽകി സൗദി ഭരണകൂടം. ഔദ്യോഗിക ചർച്ചകൾക്ക് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ യോഗത്തിന് സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നീ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ദീർഘകാലമായി ഇന്ത്യയുമായി ശക്തവും ചരിത്രപരവുമായ ബന്ധമാണ് സൗദി അറേബ്യയ്ക്കുള്ളത്. ഈ ഉഭയകക്ഷി ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം. പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ സൗദി സന്ദർശനമാണിത്. സൗദി കിരീടാവകാശിയുടെ ക്ഷണപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി ജിദ്ദയിലെത്തിയത്. നരേന്ദ്രമോദിക്ക് സൗദിയുടെ വ്യോമാതിർത്തിയിൽ തന്നെ ഭരണകൂടം വൻ സ്വീകരണം ഒരുക്കിയിരുന്നു. സൗദി യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് അകമ്പടി നൽകിയത് ലോകശ്രദ്ധ നേടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായാണ് ഈ അപൂർവ കാഴ്ച വിലയിരുത്തപ്പെടുന്നത്. ജിദ്ദയിലെ രാജകൊട്ടാരത്തിൽ സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. ശ്രീ നരേന്ദ്രമോദിയും സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഔദ്യോഗിക ചർച്ചകൾ നടത്തി. ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിന്റെ രണ്ടാം യോഗത്തിൽ ഇരു നേതാക്കളും ഒന്നിച്ച് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിന് ശേഷം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിനു കീഴിലുള്ള പുരോഗതി നേതാക്കൾ അവലോകനം ചെയ്തു. ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, സംസ്കാരം തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിക്ഷേപത്തിനായുള്ള ഉന്നതതല ദൌത്യസംഘത്തിന്റെ ചർച്ചകളിലെ പുരോഗതിയെ ഇരു നേതാക്കളും അഭിനന്ദിച്ചു. വിവിധ മേഖലകളിലായി $100 ബില്യൺ അമേരിക്കൻ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള സൗദി അറേബ്യയുടെ മുൻകാല പ്രതിജ്ഞാബദ്ധതയെ അടിസ്ഥാനമാക്കി ദൌത്യസംഘം ധാരണയിൽ എത്തിച്ചേർന്നതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഇന്ത്യയിൽ 2 എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനുള്ള കരാറിനെ അവർ പ്രത്യേകം സ്വാഗതം ചെയ്തു. നികുതി പോലുള്ള മേഖലകളിൽ ഉന്നതതല ദൌത്യസംഘം കൈവരിച്ച പുരോഗതി ഭാവിയിൽ കൂടുതൽ നിക്ഷേപ സഹകരണത്തിന് ഒരു പ്രധാന വഴിത്തിരിവായി യോഗം വിലയിരുത്തി. സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പണമിടപാട് സംവിധാനങ്ങൾ കൂട്ടിയിണക്കാനും പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിലെ പുരോഗതി, പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും ഏറ്റെടുക്കുന്ന ഉഭയകക്ഷി സമ്പർക്ക സൗകര്യ സംരംഭങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി ഇന്ത്യ മാറിയതോടെ സമീപ വർഷങ്ങളിൽ ഉഭയകക്ഷി വ്യാപാരത്തിലെ സ്ഥിരമായ വളർച്ചയിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിച്ചു. 2023-24 ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. ഇരുപക്ഷവും തങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം വൈവിധ്യവൽക്കരിക്കാനുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ബിസിനസ്, വ്യാപാര പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെയും വ്യാപാര, നിക്ഷേപ പരിപാടികൾ നടത്തേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇരു കൂട്ടരും ചർച്ച ചെയ്തു. ഇന്ത്യ GCC സ്വതന്ത്ര വ്യാപാര കരാറിൽ ചർച്ചകൾ ആരംഭിക്കാനുള്ള ആഗ്രഹം രണ്ടുപേരും ആവർത്തിച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും അവർ അഭിപ്രായങ്ങൾ കൈമാറി. സൗദിയിൽ താമസിക്കുന്ന ഏകദേശം 2.7 ദശലക്ഷം ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം തുടർച്ചയായി ഉറപ്പുവരുത്തുന്നതിൽ സൗദി ഭരണകൂടത്തോട് ഇന്ത്യ നന്ദി അറിയിച്ചു. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ഏകോപനത്തിന് ഇന്ത്യ സൗദിയെ അഭിനന്ദിച്ചു. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, വൺ സൺ, വൺ വേൾഡ്, വൺ ഗ്രിഡ്, കോയലീഷൻ ഓഫ് ഡിസാസ്റ്റർ റെസിലന്റ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ്, ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ആഗോള കാലാവസ്ഥാ പ്രവർത്തനത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളെ സൗദി അറേബ്യ അഭിനന്ദിച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സൗദിയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യ പിന്തുണ അറിയിച്ചു. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിന് കീഴിലുള്ള മന്ത്രിതല സമിതികളായ രാഷ്ട്രീയ സുരക്ഷാ, സാമൂഹ്യ, സാംസ്കാരിക സഹകരണ സമിതിയുടെയും സാമ്പത്തിക നിക്ഷേപ സമിതിയുടെയും പ്രവർത്തനങ്ങളിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു.
SPCക്ക് കീഴിൽ ടൂറിസത്തിനും സാംസ്കാരിക സഹകരണത്തിനുമായി ഒരു പുതിയ മന്ത്രിതല സമിതി രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിരോധ സഹകരണത്തിനുള്ള മന്ത്രിതല സമിതി സ്ഥാപിക്കാൻ നേതാക്കൾ തമ്മിൽ ധാരണയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ബഹിരാകാശം, ആരോഗ്യം, കായികം, തപാൽ സഹകരണം എന്നീ മേഖലകളിലെ 4 ഉഭയകക്ഷി ധാരണാപത്രങ്ങളിലും കരാറുകളിലും ഒപ്പുവച്ചു. SPCയുടെ 3ാം യോഗത്തിനായി ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. സൗദി അറേബ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതേസമയം സൗദി അറേബ്യ ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയും. രാഷ്ട്രീയ, സാമ്പത്തിക, വാണിജ്യ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായ പങ്കാളിത്തം കൈവരിക്കാനും സുസ്ഥിര സഹകരണം കൂടുതൽ വിപുലമാക്കാനും പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനം സഹായകമായി. ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള 2 ശക്തികൾ കൂടുതൽ അടുക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മാത്രമല്ല, മറിച്ച് മേഖലയിൽ തന്നെ അത് പുതിയൊരു ഉണർവേകുമെന്നുറപ്പാണ്.